നോക്കൂ 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 നമ്മുടെ ഹിജാബ് വിഷയത്തിൽ ആ സ്കൂളിന് വേണ്ടിയിട്ട് പങ്കെടുത്തത് സ്കൂളിന് വേണ്ടിയിട്ട് കോടതിയിൽ പോയത് കോൺഗ്രസ്സുകാരായിട്ടുള്ള ഒരു വക്കീലാണെന്നാണ് ഇപ്പോൾ എല്ലാവരും പറഞ്ഞു വയ്ക്കുന്നത് കേട്ടോ. നോക്കൂ നോക്കൂ നോക്കൂ. ഇത് പ്രശ്നം കൂടുതൽ ആളി കത്തിക്കുകയാണ് അങ്ങയുടെ വാക്കുകൾ. ഇത് അങ്ങൊരു കോൺഗ്രസ് അനുഭാവിയാണെന്ന് കൂടി പറയുന്നു. നോക്കൂ 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 ഞാനൊരു കാര്യം പറയട്ടെ. എന്റെ മതം അല്ലെങ്കിൽ എന്റെ ഒരു അഡ്വക്കേറ്റിന്റെ റോളിൽ നിന്ന് സംസാരിക്കാനുള്ള എന്റെ ഫ്രീഡത്തെ കുറിച്ചല്ല ഇവിടെ സംസാരിച്ചത്. ഈ ക്വസ്റ്റ്യൻ എനിക്ക് താല്പര്യമില്ല. ഞാൻ ആകെ കുടുങ്ങി പണ്ണറടയ്ക്ക് പോകും. ഇമ്മാതിരി ചോദ്യങ്ങൾ നിങ്ങൾ ചോദിക്കരുത്. എങ്ങനെയെങ്കിലും കേരളത്തിൽ ഈ കോൺഗ്രസിനും ഇവിടുത്തെ BJP-ക്കാർക്ക് വേണ്ടിയിട്ട് ഹിന്ദു കുട്ടികൾ മുസ്ലിം കുട്ടികൾ എന്ന രീതിയിലൊക്കെ കോടതിയിൽ ഇടപെട്ടിട്ട് എങ്ങനെയെങ്കിലും ഒരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുക, ഒരു കലാപം ഉണ്ടാക്കുക, അതിന്റെ ഭാഗമായിട്ട് സുവർണാവസരം നമ്മുടെ BJP-ക്കും കോൺഗ്രസിനും ഒരുക്കി കൊടുക്കുക എന്ന ലക്ഷ്യമായിരുന്നു എന്നിൽ നിക്ഷിപ്തമായിരുന്നത്. എങ്ങനെയോ സംഗതി പെട്ടെന്നാണ് പാളിപ്പോയി. നോക്കൂ 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 ഒന്നുകൂടി കേട്ടു നോക്കൂ. ഇത് പ്രശ്നം കൂടുതൽ ആളി കത്തിക്കുകയാണ് അങ്ങയുടെ വാക്കുകൾ. ഇത് അങ്ങൊരു കോൺഗ്രസ് അനുഭാവിയാണെന്ന് കൂടി പറയുന്നു. നോക്കൂ 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 ഞാനൊരു കാര്യം പറയട്ടെ. എന്റെ മതം അല്ലെങ്കിൽ എന്റെ ഒരു അഡ്വക്കേറ്റിന്റെ റോളിൽ നിന്ന് സംസാരിക്കാനുള്ള എന്റെ ഫ്രീഡത്തെ കുറിച്ചല്ല ഇവിടെ സംസാരിച്ചത്. അതെയോ? ഒരു മിനിറ്റ് ഒന്ന് കട്ട് ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ എനിക്ക് താല്പര്യമുള്ള ക്വസ്റ്റ്യനാണ്. സുഹൃത്തുക്കളെ, സംഗതി ഇപ്പൊ പ്രശ്നമായിട്ടുണ്ട്. ശിരോവസ്ത്ര വിലക്ക് മുസ്ലിം കുട്ടികൾ ഹിന്ദു കുട്ടികൾ എന്ന് വേർതിരിവ് നടത്തി പരാമർശം നടത്തിയ അഭിഭാഷകയ്ക്ക് ഹൈക്കോടതിയുടെ താക്കീത്. സ്കൂളുകളിൽ വിദ്യാർത്ഥികളുള്ളൂ എന്ന് ജസ്റ്റിസ് വിജയ അരുൺ താങ്ക് യു. സ്കൂളുകളിൽ കുട്ടികളേ ഉള്ളൂ, ഹിന്ദു കുട്ടികൾ മുസ്ലിം കുട്ടികൾ എന്നീ തരത്തിലുള്ള വേർതിരിവുകളൊന്നും ഒരു സ്കൂളിലില്ല എന്ന് മനസ്സിലാക്കണം. ഇത് കൃത്യമായിട്ടും ഈ ആയമ്മയ്ക്ക് നല്ലൊരു പണി കിട്ടിയിട്ടുണ്ട്. സുഹൃത്തുക്കളെ, ഇത് ഇവർക്കൊരു സുവർണാവസരമായിരുന്നു. എൻ്റെയൊക്കെ ഒരു കണക്കൂട്ടിലെ ഒരു 10-15 വർഷത്തിനുള്ളിൽ ഇങ്ങനെ ഈ രീതിയിൽ തന്നെയാണ് പോകുന്നതെങ്കിൽ നമ്മുടെ കേരളത്തിൽ നല്ലൊരു കലാപം ഉണ്ടായിരിക്കും. ഒരു വർഗീയ കലാപം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അത് ആർക്ക് ഗുണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് രണ്ട് ആളുകൾക്കാണ് അത് ഗുണം. ഒന്ന് ഇവിടുത്തെ BJP-ക്കാർക്കാണ്, രണ്ട് ഇവിടുത്തെ മൃദു സംഗീതവും നടക്കുന്ന ഇവിടുത്തെ കോൺഗ്രസ്സിനാണ്. ഈ രണ്ടു പേർക്കല്ലാതെ അതൊരു ഗുണവും സംഭവിക്കില്ല. ഇനി അതിൻ്റെ ഏറ്റവും വലിയ ദോഷങ്ങൾ ആരായിരിക്കും? ഇവിടുത്തെ ദളിതുകൾക്കായിരിക്കും, ഇവിടുത്തെ മുസ്ലിങ്ങൾക്കായിരിക്കും. ഇപ്പോൾ ഈ BJP-ക്കാരെ താങ്ങി നടക്കുന്ന ഈ ക്രിസ്ത്യൻസിനും ഈ ക്രിസംഖികൾക്കായിരിക്കും ഇതിൻ്റെ ദോഷം സംഭവിക്കുക. പക്ഷെ ഇതൊന്നും മനസ്സിലാക്കാൻ പറ്റാതെയാണ്, അല്ലെങ്കിൽ ഇതൊക്കെ മനസ്സിലായിട്ടും രാഷ്ട്രീയപരമായിട്ട് എങ്ങനെയെങ്കിലൊക്കെ ഗുണം കിട്ടണം എന്ന ലക്ഷ്യം മാത്രമായിട്ടാണ് ഇവന്മാരൊക്കെ നടക്കുന്നതെന്നുള്ളതാണ്. ഇതിനൊക്കെ ഇടയ്ക്ക് എനിക്ക് ഇഷ്ടമുള്ള ഒരു ലീഗ് നേതാവുണ്ട്. അദ്ദേഹം കുഞ്ഞാലിക്കുട്ടിയാണ്. അദ്ദേഹത്തിന്റെ പെണ്ണ് കേസ് മറ്റു കാര്യങ്ങളൊക്കെ അവിടെ കെടുക്കട്ടെ, അതങ്ങനെ പല കേസുകളുമായിട്ട് തീരുമാനമാകാതെ പലതുണ്ട്. അത് പരിഗണിക്കാതെ ഇദ്ദേഹം ചില സാമൂഹ്യ വിഷയങ്ങൾ ഇദ്ദേഹത്തിന് മറുപടിയൊക്കെ ഉണ്ടല്ലോ, അടിപൊളിയാണ്. ഇദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ആദ്യം പ്രതികരിക്കാതിരുന്നത് ചിത്രശക്തികളുടെ ഇടപെടൽ തിരിച്ചറിഞ്ഞ്. ശരിയാണ്. ഇതിനിടയിൽ ഒരു നല്ല ഗംഭീരമായിട്ടുള്ള ഇടപെടൽ, അതും BJP-യുടെ ഇടപെടൽ നടന്നിട്ടുണ്ടെന്നുള്ളതാണ്. കാരണം മുസ്ലിങ്ങൾക്കെതിരെയാണല്ലോ ആ ഒരു കന്യാസ്ത്രീ, ശിരോവസ്ത്രം അണിഞ്ഞ കന്യാസ്ത്രീ ശിരോവസ്ത്രം അണിയരുതെന്ന് പറയുന്നത് ഒരു മുസ്ലിം പെൺകുട്ടിയോടാണല്ലോ. വിഭാഗീയ പ്രവർത്തനം വിജയിപ്പിക്കാൻ പാടില്ല, ഇത് പറയുന്നത് PK കുഞ്ഞാലിക്കുട്ടിയാണ്. പിന്നെ സ്വാഭാവികമായിട്ടും അവിടെ നിന്ന് വരുന്ന ഒരു വേറെ വാക്കുകൂടിയുണ്ട്: ഒരു മുഴ നീളമുള്ള തുണി കണ്ടാൽ എന്തിനാണ് പേടി. ഇതുകൂടി നമ്മുടെ കുഞ്ഞാലിക്കുട്ടി ചോദിച്ചത്. നിങ്ങൾ എന്തിനാണ് അതിന് ഇത്ര ഭയപ്പെടുന്നത്? ഇതേപോലെ ഒരു മുഴ അല്ലെങ്കിൽ ഒരു മുഴത്തിന് അപ്പോഴുള്ള നീളമുള്ള തുണി ധരിച്ചിട്ട് തന്നെയല്ലേ ഈ കന്യാസ്ത്രീകൾ വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ചോദിക്കുന്നത്. പക്ഷെ ഇതിൻ്റെയൊക്കെ പുറകിൽ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയമുണ്ട്. എങ്ങനെയെങ്കിലും BJP-ക്ക് ഇവിടെ വേര് പിടിക്കണമെങ്കിൽ, അവിടെ ഉത്തരേന്ത്യയിൽ വേര് പിടിച്ച പോലെ രാമന്റെ പിന്നാലെ നടന്നു കഴിഞ്ഞാൽ ഇവിടെ വേര് പിടിക്കില്ല എന്നറിയാവുന്നത് കൊണ്ട് തന്നെ അവരിവിടെ വേര് പിടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് അയ്യപ്പനെയാണ്. അയ്യപ്പനെ എത്ര തൊട്ടിട്ടും ഇവരൊക്കെ അങ്ങോട്ട് വേര് പിടിക്കാൻ സമ്മതിക്കുന്നില്ല, അല്ലെങ്കിൽ പറ്റുന്നില്ല. ഏറ്റവും പുണ്യാത്മാക്കൾ എന്ന് പറയുന്ന ബ്രാഹ്മണരൊക്കെ തന്നെയാണ് അയ്യപ്പന്റെ സ്വത്തുകൾ അടിച്ചുകൊണ്ട് പോകുന്നത്. ഏതൊരു പോറ്റിയാണ് ഇപ്പോൾ അത് അടിച്ചുകൊണ്ട് പോയത് എന്നുള്ള വാർത്ത കൂടി നമുക്ക് മനസ്സിലായി. വലിയ വിശ്വാസികൾ എന്ന് പറഞ്ഞ് അതിനുള്ളിൽ കയറിക്കൂടുന്ന ആളുകളൊക്കെ തന്നെ ഇതൊക്കെ ചുരണ്ടി കൊണ്ടുപോയിട്ട് സ്വന്തം കുടുംബം വെളുപ്പിക്കുന്നത് എന്നുള്ള കാര്യം എന്നൊക്കെ മനസ്സിലാക്കിയത് നന്നായിരിക്കും. എന്തായാലും അവിടേക്ക് ഒരു വോട്ടെടുപ്പൊക്കെ കിട്ടിയിട്ട് അവിടേക്ക് കയറി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഇവന്മാരൊക്കെ സന്തോഷം കണ്ടത് നമുക്ക് മനസ്സിലാവും എന്തോരം മുക്കാൻ പറ്റുമെന്നതിൻ്റെ. അയ്യപ്പനെ എനിക്ക് തോന്നുന്നത് അവിടുത്തെ ദൈവത്തെ പൂജിക്കുക എന്നതിനേക്കാൾ കൂടുതൽ ഒരു 3-4 തലമുറയ്ക്ക് ജീവിക്കാനുള്ള പണം ഈ ഒരു വർഷം കൊണ്ട്, ഈ ഒരു സീസൺ കൊണ്ട് സമ്പാദിക്കാലോ എന്നുള്ള സന്തോഷമല്ലേ അവരുടെ ഉള്ളിലേക്ക്. എനിക്കത് തോന്നുന്നത്. അത് തന്നെ ആയിരിക്കണം കേട്ടോ. ഇനിയിപ്പോൾ ഞാനായിരിക്കും അങ്ങനെയൊക്കെ തന്നെ ചിന്തിക്കുക എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല.
കാരണം അതൊരു പ്രിവിലേജായി കിട്ടുന്ന പണമാണ്. അത് അവർ അങ്ങനെയൊക്കെ സമ്പാദിച്ച് കുടുംബത്തിൽ കൊണ്ടുവയ്ക്കും. അല്ലെങ്കിൽ ഇവരിത് അങ്ങനെ കിട്ടുന്ന പണം വേണ്ട, ദക്ഷിണായി കിട്ടുന്ന പണം വേണ്ട, നിങ്ങൾക്ക് ഗവൺമെന്റ് നിശ്ചയിക്കുന്ന ഒരു നക്കാപ്പിച്ച ശമ്പളം മാത്രം മതി എന്ന് കൂടി തീരുമാനിക്കണം. അതല്ലല്ലോ, ഇവര് എങ്ങനെയൊക്കെയാണ് ദക്ഷിണ വാങ്ങിക്കാൻ പറ്റുന്നത്? അത് അതിൻ്റെ ഉള്ളിൽ കുത്തിരുന്നിട്ടാണോ, ഇനി പുറത്തൊരു മുറി ഇരുന്നിട്ട് കാലിൽ വീണ്ടും ദക്ഷിണ വാങ്ങിക്കുകയാണോ? എങ്ങനെയൊക്കെ ദക്ഷിണ വാങ്ങിക്കുക, അങ്ങനെയൊക്കെ വാങ്ങിച്ച് ജീവിക്കാൻ നോക്കുന്ന ആൾക്കാരാണ്. അത് പ്രിവിലേജിന്റെ ഭാഗമാണ്. അത് മറ്റൊരാൾക്കും കിട്ടില്ല എന്നുള്ള കാര്യം അവിടെ കിടക്കട്ടെ. എന്തൊക്കെയായാലും ഞാൻ പറഞ്ഞു വെക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ പല ഒരു സുവർണാവസരം കിട്ടും. ആ ഒരു സുവർണാവസരത്തിന്റെ ഭാഗമായിട്ട് ഇതിന്റെ ആളി കത്തിക്കാൻ പറ്റും. ഇവിടെ മുസ്ലിങ്ങളെ ഹിന്ദുക്കളെ വേർതിരിക്കാൻ പറ്റും, ക്രിസ്ത്യാനികളെ കൃത്യമായിട്ട് വേർതിരിക്കാൻ സാധിക്കും. അങ്ങനെ വേർതിരിച്ചതിന്റെ ഭാഗമായിട്ട് ഇവിടെ അടുത്ത ഇലക്ഷനിൽ BJP നിന്ന് കഴിഞ്ഞാൽ നല്ലൊരു വിജയം പെട്ടെന്ന് കിട്ടും എന്നുള്ള പ്രതീക്ഷയാണ്. ഒരുപക്ഷെ അടുത്തതിനല്ല കേട്ടോ, ഒരുപക്ഷെ അടുത്തതിന്റെ ഒരു 10 വർഷം കൂടി കഴിഞ്ഞാൽ, ഒരു 10 വർഷം കഴിഞ്ഞിട്ടുള്ളൊരു നിയമസഭാ ഇലക്ഷൻ നമ്മുടെ കേരളത്തിൽ നടക്കുമ്പോൾ എനിക്ക് തോന്നുന്നു അതിന്റെ പകുതിയോളം പേര് ഒരു പക്ഷേ BJPക്കാരാവാനുള്ള സാധ്യത കൂടുതലാണ്. അത്രയ്ക്ക് ഭീകരമായിട്ടുള്ളൊരു വർഗീയ കലാപം ഇവിടെ പൊട്ടിപ്പുറപ്പെടുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഒരു അല്പസ്വല്പം വിവരമുള്ള രക്ഷിതാക്കളും ഒരു അല്പസ്വല്പം വിവരമുള്ള കുറച്ച് കമ്മ്യൂണിസ്റ്റുകാരെ പോലുള്ള രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഇവിടെ ഉള്ളതുകൊണ്ടാണ്, അല്ലെങ്കിൽ കുറച്ച് നല്ല മനുഷ്യരൊക്കെ ഇവിടെ ഉള്ളതുകൊണ്ടാണ് ഇതൊക്കെ യാഥാർത്ഥ്യത്തോടെ നമുക്ക് എല്ലാവർക്കും തിരിച്ചറിയാൻ കഴിയുന്നത് എന്നുള്ളതാണ്. എന്നാൽ സുഹൃത്തുക്കളെ, നോക്കൂ 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 ഞാനൊരു കാര്യം പറയട്ടെ, ഇത്തരം ആളുകളൊക്കെ നമ്മൾ നല്ല സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. ബൈ.